ആൽക്കഹോൾ കഴിച്ച് കഴിയുമ്പോൾ അസറ്റാൽഡിഹൈഡ് എന്നൊരു കോമ്പൗണ്ട് ആയിട്ടാണ് ബോഡി കൺവേർട്ട് ചെയ്യുന്നത്. ഈ അസറ്റാൽഡിഹൈഡ് ഒരാളുടെ DNA വരെ ഡാമേജ് ആക്കാൻ പവർഫുൾ ആയിട്ടുള്ള ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. പക്ഷേ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കഴിച്ചിട്ടും ഇപ്പോഴും ആൾക്കാർ വളരെ കൂളായിട്ട് ആൽക്കഹോൾ കഴിക്കുന്നില്ലേ? അതെങ്ങനെ ശരിയാവും? ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് പല ജനറ്റിക് ഫാക്ടേഴ്സും ബയോളജിക്കൽ ഫാക്ടേഴ്സും ഡിപെൻഡ് ചെയ്യും. ദ ഫസ്റ്റ് തിങ്, നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം ആൽക്കഹോൾ അസറ്റാൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ മൊമെന്റിൽ തന്നെ ഈ അസറ്റാൽഡിഹൈഡ് അസറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. യൂസിംഗ് എൻസൈം കമ്പാരിറ്റീവ്ലി അസറ്റാൽഡിഹൈഡിനെക്കാളും ലെസ് ടോക്സിക് ആണ്. പിന്നെ ഈ അസറ്റേറ്റ് കാർബൺ ഡയോക്സൈഡ് വാട്ടർ ആയിട്ട് പിന്നെ ഫർദർ കൺവേർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ DNA ഡിഫൻസ് മെക്കാനിസം, DNA എന്തെങ്കിലും ഡാമേജ് വന്നാൽ അത് അപ്പം തന്നെ സഡൻ ആയിട്ട് റിപ്പയർ ചെയ്യാനുള്ള എൻസൈംസ് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡാമേജ് സിവിയർ ആവുന്നതിന് മുൻപ് തന്നെ ഇത് സോൾവ് ചെയ്യും. ഇതെല്ലാം ഇതിന്റെ ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ഇനി ജനറ്റിക് ഫാക്ടർ ഉണ്ട്, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഈസ്റ്റ് ഏഷ്യ ഏരിയയിലുള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ചൈന, കൊറിയ, ഹോങ്കോങ് പോലെയുള്ള രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ആൽഡിഹൈഡ് ഡീഹൈഡ്രജനേസ് എന്ന എൻസൈമിന്റെ ആക്ഷൻ വളരെ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അസറ്റാൽഡിഹൈഡിന്റെ അക്യുമുലേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ആസ് എ റിസൾട്ട് അവർക്ക് ടോക്സിസിറ്റിയും കൂടുതലായിരിക്കും. വേറെ ബാക്കി റീജിയനിലുള്ള ആൾക്കാർക്ക് ഈ എൻസൈമിന്റെ ആക്ഷൻ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ടോക്സിറ്റി കുറയും. അപ്പോൾ പെട്ടെന്ന് ഈ ഡാമേജ് അവർക്ക് ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ലിവറിന്റെ സെല്ലുകൾക്ക് റീജനറേറ്റീവ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ ലിവർ സെല്ലുകളൊന്നും പെട്ടെന്ന് ഡാമേജ് ആവില്ല. ഈ ആൽക്കഹോൾ കൺസംപ്ഷൻ കാരണം കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഡിസീസും പെട്ടെന്നല്ല ഉണ്ടാവുക. അത് ഗ്രാജുവലി ആണ് ഡെവലപ്പ് ആവുക. അത് ഫാറ്റി ലിവർ ആയിക്കോട്ടെ, ലിവർ സിറോസിസ് ആയിക്കോട്ടെ, എല്ലാം സൈലന്റ് ആയിട്ടാണ് ഡെവലപ്പ് ആവുക. അത്യാവശ്യം നമ്മുടെ ബോഡിയിൽ ഡാമേജസ് ഒക്കെ വന്നതിന് ശേഷം മാത്രമാണ് അതിന്റെ എല്ലാം സിംറ്റം നമുക്ക് കാണാൻ പറ്റുള്ളൂ.